സർക്കാരുകളെ സംബന്ധിച്ച് ഒരു വർഷം അത്ര വലിയ കാലയളവല്ല. എന്നാൽ കാറും കോളും നിറഞ്ഞ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ എതിരാളികളെ പോലും അമ്പരപ്പിച്ച വൻ വിജയവുമായി അധികാരത്തിലെത്തുക, രാഷ്ട്രീയ വെല്ലുവിളികളെ അതിജീവിച്ച നേതാവ്, കരുത്തനായ ഭരണാധികാരിയായി അധികാരം കൈയാളുക. അതുകൊണ്ടാണ് പിണറായി സർക്കാരിൻ്റെ ഒരു വർഷം വലിയ ചർച്ചയാകുന്നത്. വിവാദങ്ങൾക്കിടയിലൂടെ, വീഴ്ചകൾക്കിടയിലൂടെ എങ്ങനെയാണ് ഒരു വർഷം ഈ ഭരണാധികാരി നടന്നു നീങ്ങിയത്? ഭരണത്തിൽ പ്രകടിപ്പിച്ച പ്രതിബദ്ധത എന്തായിരുന്നു? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഒരാണ്ടിന്റെ പാഠവുമായി പിണറായി സർക്കാർ രണ്ടാം വയസ്സിലേക്ക്. പിന്നിട്ടത് വികസന ക്ഷേമ പ്രവർത്തനങ്ങളും വിവാദങ്ങളും നിറഞ്ഞ ഒരു വർഷം. വിമർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി. ദേശീയ ജലപാത സാധ്യമാക്കാനുള്ള നടപടികൾ എടുക്കും. മലയോര തീരദേശ പാതകളും യാഥാർത്ഥ്യമാക്കുമെന്ന് പിണറായി വിജയൻ. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാതെ VS. വിട്ടുനിന്ന് പ്രതിപക്ഷം. സർക്കാരിനെതിരായ പ്രതിപക്ഷ സമരത്തിൽ തമ്മിലടി. ബാബറി മസ്ജിദ് കേസിൽ LK അദ്വാനി നേരിട്ട് ഹാജരാകണമെന്ന് വിചാരണ കോടതി. മുരളി മനോഹർ ജോഷി, ഉമാഭാരതി അടക്കമുള്ളവർ നാളെ ഹാജരാകണം. ഉത്തരവ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ. AVT എസ്റ്റേറ്റ് കേസിൽ വീണ്ടും സർക്കാരിന്റെ ഒളിച്ചുകളി. പെരുന്നാട് എസ്റ്റേറ്റിലെ മരം മുറിക്കാമെന്ന് ഹൈക്കോടതി. AVTയുടെ ആവശ്യം എതിർക്കാതെ സർക്കാർ. വിഴിഞ്ഞം കരാറിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് CPI. കരാർ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കണം. അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ ഉറച്ച് വൈദ്യുതി മന്ത്രി. കേരളത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണം സംസ്ഥാനമായി തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് MM മണി. ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. കിലോയ്ക്ക് 260 രൂപ. ഒരാഴ്ചക്കിടെ കൂടിയത് 40 രൂപ. പിന്നിൽ തമിഴ്നാട് ലോബിയെന്ന് വിൽപ്പനക്കാർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് അനിൽ കുംബ്ലയെ മാറ്റുന്നു. പുതിയ പരിശീലകനെ ക്ഷണിച്ച് BCCI. കുംബ്ലയുടെ പരിശീലന കാലാവധി അടുത്ത മാസം അവസാനിക്കും. പിറന്നാൾ ആഘോഷിച്ച് പിണറായി സർക്കാർ. പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിമർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വർഷം കൊണ്ട് എല്ലാ പദ്ധതികളും നടപ്പിലാക്കാനാകില്ല. നിലവിലുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളിൽ പ്രതിപക്ഷത്ത് നിന്ന് എന്ന പോലെ ഭരണപക്ഷത്തു നിന്നും എതിർപ്പ് കാണാനായി. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ ആഘോഷത്തിൽ പങ്കെടുത്തില്ല. പ്രതിഷേധ സൂചകവുമായി പ്രതിപക്ഷവും പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. പ്രൈം ഡിബേറ്റിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് സംസ്ഥാന കൃഷി മന്ത്രി ശ്രീ VS സുനിൽകുമാർ, മുൻ ആഭ്യന്തരമന്ത്രി, മുൻ റവന്യൂ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സുനിൽകുമാർ, ഒരു വർഷം ഒരു വലിയ പാഠമായിരുന്നോ സർക്കാരിനെ സംബന്ധിച്ച്? അല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി ഞങ്ങളൊരു കാൽവെപ്പ് നടത്തി എന്നുള്ളതാണ്. ആ കാൽവെപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, അവൻ്റെ പാർപ്പിട പ്രശ്നങ്ങൾ, അവൻ്റെ ആരോഗ്യ വിഷയങ്ങൾ, അവൻ്റെ കുടിവെള്ളത്തിൻ്റെയും കൃഷിയുടെയും പ്രശ്നങ്ങൾ, അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായ ആളുകൾ, പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കായ തൊഴിലാളി വിഭാഗങ്ങൾ, ഇവരാണ് നമ്മുടെ നാടിൻ്റെ അടിത്തറ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. വികസനം ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാം നേടിയ ശേഷം
ഇവിടുത്തെ പാവപ്പെട്ടവന് വീടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പാലം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരന് അവൻ്റെ അർഹമായ വിദ്യാഭ്യാസം അവന് സൗജന്യമായി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ വലിയ മിനാരങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ കുടിവെള്ളമില്ല, ശുദ്ധജലമില്ല എന്ന് നമ്മൾ പറയും. അതേ സമയത്ത് തന്നെ നമ്മുടെ വലിയ വികസനം ഉണ്ടാക്കിയെന്ന് ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്ന പോലെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ വികസനവും നേടി, പക്ഷേ ഭൂരിപക്ഷം പേർക്കും ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കക്കൂസ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വികസനമാവുക? ഈ കാഴ്ചപ്പാട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് എന്ന ഒരു ഒരു നിലപാടിലാണ് ഈ LDF ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളുടെ വാർത്തയിൽ ഇവിടെ പല കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതായി കണ്ടു. പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു, ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധം എന്ന നിലയിൽ VS അച്യുതാനന്ദൻ്റെ അസാന്നിധ്യം ഒരു വ്യാഖ്യാനമായി കൊണ്ടുവരുന്നത് അത് ഒരു അപലപനീയമായ കാര്യമാണ്. കാരണം പിന്നെ നിങ്ങളുടെ വാർത്ത നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാം, പക്ഷേ തികച്ചും അപലപനീയമായ കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് VS അച്യുതാനന്ദന് ഇതാ മന്ത്രിസഭയുടെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് എന്ത് വസ്തുതയാണുള്ളത്? നിങ്ങൾ അന്വേഷിച്ചിട്ട് പറയുന്ന കാര്യമാണ്. സുനിൽകുമാറിന് അറിയുമോ എന്തുകൊണ്ടാണ് VS പങ്കെടുക്കാതിരുന്നത്? എനിക്കറിയാം. VS അച്യുതാനന്ദൻ പങ്കെടുക്കാതിരുന്ന അദ്ദേഹം ഒരുപക്ഷെ വന്ധ്യവയോധികനായ ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ പരിപാടി ആ സമയമായതുകൊണ്ട് പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കാം. അദ്ദേഹം പലപ്പോഴും നിയമസഭയിൽ പോലും വരുന്നതും പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല. അങ്ങനെയുള്ള ഒരാൾ പങ്കെടുക്കാതിരുന്നു എന്ന വ്യാഖ്യാനം ഉണ്ടാക്കുന്നത് ശരിയല്ല. ശരി, സമ്മതിച്ചു. ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് കേൾക്കൂ. ഇതേ സമയത്ത് നിങ്ങളെല്ലാവരും അവിടെ പങ്കെടുക്കുമ്പോൾ ഈ വന്ധ്യവയോധികൻ അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾക്കൊരു മാറ്റവും വരുത്താതെ വൈകുന്നേരത്തെ നടത്തത്തിനിറങ്ങുകയും മാധ്യമങ്ങളെ കാണുകയും ആ ഒരു നല്ല ചടങ്ങ് അവിടെ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും ഉരിയാടാതെ വൈകുന്നേരമായതുകൊണ്ട് വീടിന് വെളിയിലിറങ്ങാതെ VS വീട്ടിലിരിക്കുകയായിരുന്നില്ല. പതിവ് പോലെ നടക്കാൻ അദ്ദേഹം ഇറങ്ങി. പകരം പുറത്തു വന്ന വാർത്ത കൂടി താങ്കൾ അറിയണം. ഔദ്യോഗിക ക്ഷണമുണ്ടായിരുന്നില്ല. 2 പ്രവേശന പാസ് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഫേസ്ബുക്കിൽ കണ്ടൊരു കമൻറ്റ് കൂടി പറയാം. 2 പാസിനുള്ള അർഹത മാത്രമേ ഉള്ളൂ VSന്. ഒന്ന്, ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 140 മണ്ഡലങ്ങളിലേക്കും ഔദ്യോഗിക ക്ഷണം പോകുന്ന നേതാവാണ് VS. പക്ഷേ ഈ ചടങ്ങ് വരുമ്പോൾ പ്രവേശന പാസ് 2 VSന്. ഞാനൊരു കാര്യം പറയാം, ഞാനത് ചർച്ചയാക്കാനിരുന്നതല്ല, മന്ത്രി തന്നെ ഉന്നയിച്ചതുകൊണ്ട്. VS അച്യുതാനന്ദൻ ഈ ഗവൺമെന്റിന്റെ കാരണവരാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തെ അവഗണിക്കാനൊന്നും ഗവൺമെൻറ് തീരുമാനിക്കുകയോ അദ്ദേഹം ഗവൺമെൻറ് അവഗണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചർച്ച വാസ്തവത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 1ാം വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം 5 വർഷത്തിനിടയിൽ ആദ്യത്തെ വർഷമാണ്. ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് പോയതിന് ശേഷം ആ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പല പരിപാടികൾക്ക് വിരുദ്ധമായതോ അല്ലെങ്കിൽ അത് നടപ്പാക്കിയിട്ടുള്ളതിൻ്റെ തിക്തഫലങ്ങൾക്കെതിരെ നിൽക്കുന്ന നിരവധി നയപരിപാടി നടപ്പാക്കി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു വർഷക്കാലം മാത്രം കഴിഞ്ഞൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്നിട്ട് പോലും ഈ ഗവൺമെൻറ് ഒരുപാട് മേഖലയിലേക്ക് വെപ്പുകൾ നടത്തി എന്നുള്ളത് ഞങ്ങൾ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ LDFൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. സമ്മതിച്ചു, അതിലൊന്നും തർക്കവുമില്ല. ശ്രീ VS സുനിൽകുമാർ ആമുഖമായി ഈ ഒരു വർഷം എങ്ങനെയാണ് സർക്കാരിന് മുന്നിൽ പാഠമാകുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാരിൻ്റെ ഊന്നൽ. മുൻ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാലത്ത് സംസാരിച്ചപ്പോൾ വ്യക്തിപരമായി സംസാരിച്ച ഘട്ടത്തിലൊക്കെ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ച ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുണ്ട്, ഇനിയൊരു 15 വർഷത്തേക്ക് നോക്കേണ്ടതില്ല, പിണറായി ഭരിച്ചോളും. അത്ര കരുത്തനായൊരു നേതാവ് എന്നത് മാത്രമായിരുന്നു അതിലടങ്ങിയിരിക്കുന്ന ഒരു ആശങ്ക. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ഒരു വിജയം കൊണ്ടുവരും, തുടർ ഭരണമുണ്ടാകുമെന്ന് എല്ലാവരേക്കാളും ഉറച്ചു വിശ്വസിച്ചയാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് ഒരിക്കലും പൊരുത്തപ്പെട്ടിരുന്നില്ല ആ ഘട്ടത്തിൽ ഈ പരാജയം. അതൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ സർക്കാർ ഒരു വർഷം പിന്നിട്ടിരിക്കുന്നത്. ഈ ഒരു വർഷം പിന്നിടുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം അല്പമെങ്കിലും തിരിച്ചുപിടിക്കാനായിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ഒരു മുന്നണി അധികാരത്തിൽ വന്നു. അവരധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ട് 5 കൊല്ലം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ട്, അവർക്കതിനു വേണ്ടി മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ആ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ 1ാം വർഷം എന്ന് പറയുന്ന പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ 1ാം വർഷത്തിലെ അവരുടെ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ അങ്ങനെ ചെയ്യത്തക്ക വിധത്തിലുള്ള സവിശേഷമായ കാര്യങ്ങളൊന്നും പുറത്ത് പ്രസിദ്ധീകരിച്ച് ഇതുവരെ കണ്ടില്ല. ഇന്നവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സപ്ലിമെൻ്റ് അടക്കം
ഒരു കാര്യത്തിലും ഈ ഗവൺമെൻറ്റിൻ്റെ മാത്രമായി ഒരു കാര്യവും അവകാശപ്പെടുന്നുമില്ല. അവകാശപ്പെടാത്ത കാര്യം ഞാനെതിരെ അവരുടെ മേൽ പതിച്ച് നടത്താൻ ശ്രമിക്കുന്നത്? ഈ ഗവൺമെൻറ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത്. ഇവരെ ഒരു ക്ലീൻ മുന്നണി എന്നുള്ള നിലയിൽ ഭരണം നടത്തുമെന്നാണ് പറഞ്ഞത്. 2 മന്ത്രിമാർ എന്തുകൊണ്ടാണ് രാജിവെച്ച് പോയത്? ഈ രാജിവെച്ച് പോയത് അവർക്ക് കിട്ടിയ ഗോൾഡ് ട്രോഫിയുടെ അടിസ്ഥാനത്തിലാണോ? ഒന്നുമല്ലല്ലോ. അവർ രാജിവെച്ച് പോയ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ സമയത്തൊന്നും അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞതിനേക്കാൾ പ്രഖ്യാപിച്ചതിനേക്കാൾ വ്യത്യസ്തമായി എന്തോ റോട്ടൻ തിങ് ആ മുന്നണിക്കകത്തുണ്ട്, ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. അതാണ് കാരണം എന്ന് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഇവർ അവകാശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ളതല്ല. ഇപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്താൻ പോകുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണം ശ്രീ AK ബാലൻ്റെ കാലത്തൊന്ന് നടത്തിയതാണ്. അന്ന് ഞങ്ങളൊക്കെ MLA ഫണ്ടിൽ നിന്ന് പണവും കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ശ്രീ ആര്യാടൻ മുഹമ്മദ് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളതാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 3ാം സമ്പൂർണ്ണ വൈദ്യുതീകരണം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കുറേ കൊണ്ടുപോയതാണ്. ഇപ്പോൾ 3 മാസം കൊണ്ടാണ് ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഇനി രണ്ടാമത്തെ കാര്യം, സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറഞ്ഞ് ചിറകെട്ടി നിർത്തിയ ഒരു സംസ്ഥാനത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽ എത്തിക്കാൻ കഴിയില്ല. അത് കഴിയുമ്പോൾ പുതിയ വീടുകൾ വരും, പുതിയ കുടിലുകൾ വരും, പുതിയ ആവശ്യക്കാർ എത്തും, സ്വാഭാവികമായിട്ട് അത് മുന്നോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ അവർ ഒരു കാര്യം ചെയ്തു, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ അതോടുകൂടി കേരളം സമ്പൂർണ്ണമായി അങ്ങനെ മിന്നിത്തിളങ്ങുന്നു എന്ന് പറയുന്നത് പ്രായോഗിക പരിജ്ഞാനമുള്ള ആളുകൾ അവകാശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരിക്കലും ഒരു സത്യസ്ഥിതിയായിട്ട് ചേരുന്നതല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഭക്ഷണമല്ലേ? ജനങ്ങൾക്കുള്ള ആഹാരമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? അരി വില കുറയ്ക്കുമെന്ന് പറഞ്ഞു, അരി വില ഇപ്പോൾ എത്രയായി? അപ്പോൾ 26 രൂപ അരിക്ക് കിടന്ന കാലഘട്ടത്തിൽ അത് പൊതുമാർക്കറ്റിൽ കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് നിൽക്കുന്നത് എത്രയാണ്? ശരി, ആ 26 രൂപയ്ക്ക് ഏതാണ്ട് 1/2 കിലോ 3/4 കിലോ അരിയല്ലേ കിട്ടത്തുള്ളൂ. അതിൻ്റെ വില കൂടിയില്ലേ? സാധനങ്ങളുടെ വില കൂടിയില്ലേ? എല്ലാ സാധനങ്ങൾക്കും വില കൂടിയില്ലേ? ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ പച്ചയായ സത്യങ്ങളായി നിൽക്കേ ഒരു ഗവൺമെൻറ് ആഘോഷമൊക്കെ നടത്താം, ഞാനില്ലെന്ന് പറയുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ ഈ ഗവൺമെൻറ് അട്ടിമറിക്കാനുമില്ല. സ്വതന്ത്രമായി അവർ മുന്നോട്ട് പോകട്ടെ, അവരുടേതായ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകട്ടെ. പക്ഷേ രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയാണ് ഇവരുടെ ഏറ്റവും വലിയ ചാട്ടവാർ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനസമൂഹം കണ്ടെത്തിയ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ആ നിലയിലേക്ക് പോകുന്നത് ഗുണമല്ല. കേരളത്തെ രണ്ടാക്കി വെട്ടിക്കീറും ഇവർ. 1 മാർക്സിസ്റ്റ് അനുകൂലികൾ, 2 മാർക്സിസ്റ്റ് അനുകൂലികളല്ലാത്തവർ. അങ്ങനെ കേരളത്തെ വെട്ടിക്കീറുന്ന രൂപത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോകരുത് എന്നുള്ളതാണ് നാടിനെ സ്നേഹിക്കുന്ന ഏത് വ്യക്തിയുടെയും. തിരുവഞ്ചൂർ, ഏറെക്കുറെ പിറന്നാൾ ആഘോഷിക്കുന്ന സർക്കാരിൻ്റെ മുൻപാകെയുള്ള ഒരു കുറ്റപത്രം തന്നെ താങ്കൾ സമർപ്പിച്ചു കഴിഞ്ഞു. മന്ത്രി എന്ന നിലയിൽ ശ്രീ VS സുനിൽകുമാർ അത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ശ്രീ PS ശ്രീധരൻപിള്ള കൂടിയുണ്ട്, നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇത്തവണത്തെ ഈ പിണറായി സർക്കാരിൻ്റെ 1 വർഷത്തെ ആഘോഷം എന്ന് പറയുമ്പോൾ ചരിത്രപരമായി BJPയുടെ സന്തോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും 1ാം വാർഷികം കൂടിയാണ്. താമര വിരിഞ്ഞു എന്ന് നമ്മൾ പറയുന്ന O രാജഗോപാലിൻ്റെ വിജയത്തിൻ്റെ 1ാം വയസ്സ് കൂടിയാണ്. യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന ഒരു ആവേശം യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് ഇന്നുണ്ടോ? അല്പം കെട്ടുപോയിട്ടുണ്ടോ? കാരണം അതിൽ നിന്നൊരു കൂടുതലായുള്ളൊരു ഊർജം പകരുന്ന നിലയിലേക്ക് ആ പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കാര്യമായി BJPക്ക് ആയിട്ടുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിപരമായി കൂടി ഇപ്പോൾ ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിനെ വ്യക്തിപരമായി കൂടി താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് 1 വർഷം പിന്നിടുമ്പോൾ? ഞാൻ താങ്കൾ ഈ താമരയെ പറ്റി പറഞ്ഞപ്പം ഇക്കൊല്ലം തന്നെ ഒരുപക്ഷെ 2ാമതൊരു താമര കൂടി കേരളത്തിൽ ഒരു MLA കൂടി ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ അതിലേക്ക് അത്ര മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം. അതുകൊണ്ട് അത് പോകട്ടെ, എണ്ണമൊന്നുമല്ല പ്രശ്നം. ഇവിടെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞൊരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എല്ലാം അവതാളത്തിലായി എന്നുള്ളതാണ് വസ്തുത. അത് കുറേ ശ്രീധരൻപിള്ള ഒരു ഗൗരവപ്പെട്ടൊരു വാചകം പറഞ്ഞിട്ടിട്ട് അങ്ങനെ പോകരുത്. ഇക്കൊല്ലം കൂടി എന്ന് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കണം. അല്ല വ്യക്തമാകേണ്ടതില്ല. അതൊക്കെ രാജ്യത്ത് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിൽ O രാജഗോപാലിന് പിന്നാലെ ഒരു താമര കൂടി വിരിയാൻ സമയമായി എന്നാണോ താങ്കൾ പറയുന്നത്? കേരളത്തിൽ തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. ഇപ്പം പല കാര്യങ്ങളും ചെയ്യുന്ന തെറ്റുകളൊക്കെ
അതിനൊക്കെ നമ്മുടെ ഒരു അഭിഭാഷകനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ കടന്നേ പറ്റൂ, ദയവായി എന്നോട് പരിഭവിക്കരുത്. ശ്രീ സുനിൽകുമാറിന് എന്തെങ്കിലും ക്ലൂ അക്കാര്യത്തിലുണ്ടോ? എല്ലാ അവതാളത്തിലാക്കിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വരുന്നു, താങ്കളിലേക്ക് വരാം. സുനിൽകുമാറിന് എന്തെങ്കിലും ഒരു ക്ലൂ ശ്രീധരൻപിള്ള പറഞ്ഞതിൽ ക്ലൂവല്ല, ഞാൻ ജനങ്ങളുടെ ഹിതമാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ ഹിതമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ശരി, ആയിക്കോട്ടെ, ജനങ്ങളുടെ ആഗ്രഹമാണ്. ഏതായാലും ഈ ഒരു വർഷം കഴിഞ്ഞ തവണ ആയിക്കോട്ടെ, ഞാനേ പറഞ്ഞോളൂ ശ്രീധരൻപിള്ള. പ്രവചന സ്വഭാവമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇതിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മനുഷ്യൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നാണ് ഏറ്റവും പ്രാധാന്യം. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഉൾപ്പെടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 26 ആളുകൾ ഏത് പാർട്ടിക്കാരുമായിക്കോട്ടെ കൊലക്കത്തിക്കരയായി പിടഞ്ഞു വീണ് മരിച്ച രാഷ്ട്രീയ സംഘടനകളിൽ, ഞാൻ മതസംഘടനമല്ല പറയുന്നത്, ഞാൻ ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമല്ല പറയുന്നത്, രാഷ്ട്രീയ സംഘടനകൾ ഇത്രയും നടന്ന ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടോ? അപ്പോൾ നിയമവാഴ്ചയിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവർ, ജീവനും സ്വത്തിനും സുരക്ഷ നൽകാത്ത സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അമ്പേ പരാജയപ്പെട്ടു ആ രംഗത്ത്. നമ്പർ 2, അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരസ്പരം തമ്മിലടിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 10-60 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ ശുദ്ധ പരാജയമല്ലേ? അന്യോന്യം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള ആളുകൾ തമ്മിലടിച്ചുകൊണ്ട് എത്രയെത്ര മാറ്റുന്നു. ഇത് രണ്ടിനും ഉപോത്ബലകമായി ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഉള്ളത് കൊണ്ട്, സുപ്രീം കോടതിയുടെ കേരള ഹൈക്കോടതി 6 ജഡ്ജ്മെൻറ്റുകളിൽ എല്ലാം തകർച്ചയിലേക്ക് പോകുന്നുവെന്ന് ആരോപിക്കപ്പെട്ട് ഒബ്സർവേഷൻസ് വന്ന ഇതുപോലെ നാണം കെട്ടുപോയൊരു മന്ത്രിസഭ വേറെ ഉണ്ടോ? മൂന്നാമത്തെ പ്രശ്നം ഒരു രാഷ്ട്രീയ സുസ്ഥിരതയാണ്. രാഷ്ട്രീയ സുസ്ഥിരതയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രാഷ്ട്രീയ സംവിധാനം ഏതായാലും അത് ഒന്നിച്ചു നിൽക്കണ്ടേ? LDF ഒരു സംവിധാനമായിട്ട് ഇന്ത്യയിൽ CPI കോൺഗ്രസിനെ വിട്ട ശേഷം 80കൾക്ക് ശേഷമുണ്ടായ സ്ഥിതിവിശേഷമാണ്. ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും തമ്മിൽ പരസ്പരം അതിൻ്റെ സെക്രട്ടറിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ, പരസ്യമായി വിഴുപ്പക്കൽ നടത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സംവിധാനം, ഭരിക്കുന്ന സംവിധാനം അമ്പേ അതിൻ്റെ അടിത്തറ തകർന്ന രീതിയിൽ പരിഹാസ്യമായി തീർന്ന ഒരു സംസ്ഥാനമാണ്. ഇനി അത് കൂടെങ്കിൽ R ബാലകൃഷ്ണപിള്ളയും KM മാണിയും ഒക്കെ അടിത്തറ മെച്ചപ്പെടുത്തത്തക്കവണ്ണം അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികളിലെത്തുമ്പോൾ രാഷ്ട്രപരാജയമല്ലേ? ഇനി ഏതെങ്കിലും ഒരു രംഗത്ത്, കൃഷി രംഗത്ത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു ആത്മാർത്ഥതയുണ്ട്. ഞാൻ അതിലേക്ക് വരാം, ഞാൻ മറന്നിട്ടല്ല. ശ്രീ PS ശ്രീധരൻപിള്ള, എല്ലാം കൂടി കൂട്ടി കുഴച്ചാൽ എങ്ങും എത്താത്തത് കൊണ്ടാണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ഒന്നുകൂടി വരാം. കാരണം ഞങ്ങളോട് ഇന്ന് സംസാരിച്ച ശ്രീ D ബാബു പോളിന്റെ പ്രതികരണം ഈ ചർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതിലേക്ക് വരും മുമ്പ് തന്നെ ശ്രീ VS സുനിൽകുമാർ, 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ കൃത്യം വിമർശനങ്ങൾ മുൻപിലുള്ളതുകൊണ്ട് വികസന ക്ഷേമ മുന്നോട്ടു പോക്കിലാണ് ഈ പിറന്നാൾ കാലത്ത് സർക്കാർ ഊന്നൽ കൊടുക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതും അതുതന്നെയാണ് മന്ത്രി എന്ന നിലയിൽ താങ്കളും ആവർത്തിക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും പറയാറുള്ളത് പോലെ ഇത് ജനങ്ങളിൽ എത്താത്ത വിധമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ താങ്കളുടെ പാർട്ടിയും CPM-ഉം തമ്മിൽ, CPI സംസ്ഥാന സെക്രട്ടറി തന്നെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകനായി പരസ്യമായി അഭിപ്രായങ്ങൾ പറയുക, അതൊരു ഘട്ടത്തിൽ CPI പിണറായി പോരായി മാറുക, ഇതെല്ലാമാണ് ഈ നേതാക്കൾ ഉദാഹരിച്ചത്. യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെയോ പരിഗണിക്കാതെയോ പരാമർശിക്കാതെയോ പോകാനാകില്ല. ശരത്തെ, ഈ വിവാദങ്ങളെല്ലാം വെറും സോപ്പ് കുമിളകൾ മാത്രമാണ്. കാരണം ജനങ്ങളുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞത് എന്താണ് ചെയ്തത്? തിരുവഞ്ചൂർ മനസ്സിലാക്കാൻ, തിരുവഞ്ചൂർ മന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ 13 മാസത്തെ പെൻഷനാണ് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാനുണ്ടെന്ന് പെൻഷൻ കുടിശ്ശിക വെച്ചിട്ടാണ് നിങ്ങൾ പോയത്. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? സാധാരണക്കാരൻ്റെ പ്രശ്നമായിരുന്നില്ലേ? നിങ്ങൾ ഇവിടുത്തെ 13 ലക്ഷക്കണക്കായ പാവപ്പെട്ട മനുഷ്യർ, വിധവകളടക്കമുള്ള ആളുകൾക്ക് പെൻഷൻ നിങ്ങൾ കൊടുത്തോ? ഇവിടുത്തെ ഏത് മേഖലയിലാണ് നിങ്ങളിവിടെ കുടിശ്ശിക വെക്കാതെ പോയത്? എന്ന് മാത്രമല്ല, നിങ്ങൾ ക്ലീൻ ഗവൺമെൻറ്റിനെ പറ്റി നിങ്ങളിവിടെ വിമർശിക്കുകയുണ്ടായി. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളുടെ മന്ത്രിമാർ രാജിവെച്ചതാണോ പ്രശ്നം? ഞങ്ങൾ ആരോപണം ഉണ്ടായപ്പോൾ കടിച്ചു തൂങ്ങാൻ നിന്നോ? നിങ്ങളുടെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, കോടതി പരാമർശങ്ങൾ, കേസുകൾ, KM മാണിക്കെതിരെ നിങ്ങളുടെ ഗവൺമെൻറ് FIR ഇട്ട് നിങ്ങൾ രാജിവെപ്പിച്ചോ? ഇതെല്ലാം ചെയ്ത് രാജ്യത്ത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിന്നും അഴിമതി മുഴുവൻ നടത്തി കട്ടുമുടിച്ച് ജയിലിലേക്ക് പോകേണ്ടവരെന്ന് ജനങ്ങൾ തന്നെ മുദ്ര കുത്തിയിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിയ നിങ്ങളും
ഇവിടെ ഒരു കൊല്ലത്തിനകത്ത് ഒരു ആരോപണം ഉണ്ടായി എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പറയുമ്പോൾ സുനിൽകുമാർ ഒരു വർഷം വലിയ കാലയളവാണ്. ഒരു വർഷത്തെ കാലയളവിൽ ഈ പറഞ്ഞ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാൻ ഈ സർക്കാരിനായോ? ആ മന്ത്രിസഭായോഗ തീരുമാനങ്ങളുടെ പേരിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനായോ? ഞാൻ പറയട്ടെ ശരത്തെ, നിങ്ങൾ കാത്തിരിക്കൂ. അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കല്ലേ? അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരും. എന്താ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരില്ല എന്നാണോ? ആരെയാണ് ഓരോന്നായി പുറത്തു വരാൻ പോവാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ശരത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരല്ല, ഞങ്ങൾ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരും. ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് എന്താ? ഭരണ നേതൃത്വത്തിൽ അഴിമതി രഹിതമായ ഒരു ഭരണ നേതൃത്വം. സുനിൽകുമാർ, അത് പറയുമ്പോൾ കോട്ടയത്ത് മാണിയുമായി കോൺഗ്രസിനെ തകർക്കാനുള്ള മാണിയുമായി സഹകരണം. ശ്രീ സുനിൽകുമാർ, കോട്ടയത്ത് മാണിയുമായി സഹകരണം, കൊല്ലത്ത് പത്തനാപുരത്തും കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ളയുമായി സഹകരണം. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ചോദിച്ചോളൂ. ശരി, അത് ഞാൻ മറുപടി പറയാം. നേരത്തെ എന്നോട് പറഞ്ഞ കാര്യങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം മറുപടി പറയാം. ഓർമ്മിപ്പിച്ചു. വികസനം ഉണ്ടായില്ല. ഒരു കൊല്ലക്കാലത്തിനിടെ സമ്പൂർണ്ണ വൈദ്യുതിയെ പറ്റി പറഞ്ഞു. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ അത് പറഞ്ഞിട്ട് ഇത് പറയാൻ പോകുന്നു ശരത്തെ. നേരത്തെ പറഞ്ഞ സമ്പൂർണ്ണ വൈദ്യുതിയെ പറ്റി പറഞ്ഞു. AK ബാലന്റെ കാലത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി. അതിനുശേഷം വന്ന പിന്നെ ഈ UDF ഗവൺമെന്റ് കാലത്ത് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ എവിടെയാ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് പ്രവർത്തനം നടത്തിയത്? ഞാൻ MLA ആയിരുന്നു, തിരുവഞ്ചൂർ MLA ആയിരുന്നല്ലോ. നടത്തിയോ? നിങ്ങൾ നടത്തിയില്ല. ഞങ്ങൾ വീണ്ടും അത് കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ പിന്നെ വികസനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട വീട്ടിൽ കക്കൂസ് ഇല്ലെങ്കിൽ എന്ത് വികസനമാണ്? നിങ്ങൾ ശുചിത്വ ഭാരതം എന്ന് പറഞ്ഞാൽ മതിയോ? ഗുജറാത്തിൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞ കേരളത്തിൽ ഉണ്ടാക്കി ഈ ഗവൺമെന്റ് ഒരു കൊല്ലത്തിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇത് സാധാരണ. പിന്നെ ഇവിടെ കൊലപാതകത്തെ പറ്റി പറഞ്ഞു. കൊലപാതകം നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ കൊലപാതകൻ ആരാണ്? ഉണ്ടാക്കുന്നത്. ഇവിടെ വന്ന് വർഗീയ കലാപങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു ഭാഗത്ത് RSS അല്ലേ? BJP ഭരിക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായി 8600 കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് അത് ഗവൺമെന്റ് നടത്തിയ കൊലപാതകമാണ്. കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ രാഷ്ട്രീയ കൊലപാതകത്തെ പറ്റി പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് നയത്തിന്റെ പേരിൽ പിന്നെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ നാട്ടില് ഈ ഒരു കൊല്ലത്തിന് കാലത്ത് ഈ ഗവൺമെന്റുകളുടെ നയത്തിന് വിരുദ്ധമായ നിലയിൽ ശരിയാണ്. പക്ഷേ സുനിൽകുമാർ, അവിടെ ഒരു ഉപചോദ്യം ഉള്ളത്. ഇപ്പോൾ കണ്ണൂരിൽ ഏത് തരത്തിലുമാവട്ടെ, എന്തൊക്കെ കാരണങ്ങളുടെ പേരിലുമാവട്ടെ, സർവകക്ഷി യോഗം ചേരുന്നു, മന്ത്രിസഭയും സർക്കാരും ഒരു ഉറപ്പെടുക്കുന്നു, അത് പാർട്ടികൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും ഇത്തരമൊരു അവസ്ഥ ഒഴിവാക്കേണ്ടതല്ലേ? അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ താങ്കൾ സൂചിപ്പിച്ച ആ മുന്നോട്ട് പോക്കിന് ഒരു തിളക്കക്കുറവ് സൃഷ്ടിച്ചിട്ടുണ്ടോ, ആത്മാർത്ഥമായി പറഞ്ഞാൽ? അല്ല ശരത്തെ, ഞങ്ങൾ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കുന്നില്ല. ഒരു കൊലപാതകളെയും ഈ ഗവൺമെന്റ് സംരക്ഷിക്കാൻ നയം. പക്ഷെ പലപ്പോഴും അത് സംഭവിച്ചു പോകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഞാൻ അതിനെ ന്യായീകരിക്കാനോ അതിനെ പിന്നെ വെള്ളപൂശാനല്ല പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അത് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും കൊലപാതകങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ പൂർണ്ണമായിട്ടും ഒരു കൊലപാതക രാഷ്ട്രീയം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു, RSSകാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയിലുള്ള വളരെ പിന്നെ നിരുത്തരവാദിത്തപരമായ സമീപനം എടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായിട്ട് ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ കുമ്മനം രാജശേഖരൻ, അദ്ദേഹം ചെയ്ത കാര്യം എന്താ? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോലും ഇട്ടിരിക്കുന്ന പടം വളരെ പ്രകോപനപരമായ രീതിയിലിട്ടില്ലേ? അപ്പൊ ഇതെല്ലാം ആസൂത്രിതമായി ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റ് കാലത്ത് ഇവിടെ അരാജകത്വമാണെന്നും കൊലപാതകമാണെന്നും വരുത്തി തീർക്കുന്ന സ്ഥിതിവിശേഷം അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമായ കാര്യമല്ല. ആരോഗ്യകരമായ വിമർശനം ആവശ്യം. അതാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. ഞങ്ങൾ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഇവിടെ നടക്കുന്ന കൊലപാതക രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഏത് വിമർശനമാണെങ്കിലും ആ വിമർശനങ്ങൾ ഞങ്ങൾ മുഖം തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേഗത്തിൽ ഞാൻ ബി ബാബുപോളിലേക്ക് പോകുമ്പോൾ ഇത്ര കൃത്യമായി സർക്കാർ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ശ്രീ സുനിൽകുമാർ ഞാൻ വരാം. മുന്നോട്ട് പോകും. ശ്രീ സുനിൽകുമാർ, അപ്പോഴും ഞാൻ മുമ്പ് ചോദിച്ച അഴിമതിയുമായി ബന്ധപ്പെട്ട പുതിയ സഹകരണത്തിന്റെ പ്രശ്നം നിൽക്കുന്നു. ഒന്ന് ഓർത്തു വെച്ചോളുക. ശ്രീധരൻ പിള്ള, ഇപ്പോൾ BJP യഥാർത്ഥത്തിൽ ഒരു അഴിമതിക്കാരുമായിട്ട് ഒരു സഹകരണം ഉണ്ടാകാൻ പോകുന്നില്ല. മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള, കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മാണി ഗ്രൂപ്പിന് CPM-ന്റെ വോട്ടോടുകൂടി. ശ്രീ സുനിൽകുമാർ, അല്ല, അതൊക്കെ മുന്നണി ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന വിഷയങ്ങളാണ്. അത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും. ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റക്കെട്ടായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ, അതിന് മുൻപുണ്ടായിരുന്ന UDF ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, വിജിലൻസ് കേസുകൾ എവിടെയാണ് പൂർത്തീകരിക്കാനായത്? അഴിമതിക്കാരായ മന്ത്രിമാരും ഭരണാധികാരികളും ഉണ്ടെങ്കിൽ അവരെ ആ സർക്കാരിന് പുറത്തു കൊണ്ടുവരാനായോ?
ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഷം പിന്നിടുമ്പോൾ ആ കേസുകളുടെ പുരോഗതി എവിടെ എത്തി? പല കേസുകളും തീർന്നു പോകുന്ന അവസ്ഥയിലാണ്. ഈവൻ ബാർ കോഴ കേസ് അടക്കം എന്ന് പറയുന്നിടത്താണ് അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന് പറയുകയും ഈ പദവികളും ഈ സഹകരണവും ഞങ്ങൾ കൃത്യമായ അഫിഡവിറ്റ് കൊടുത്തു. അല്ലല്ല, കെ എം മാണിക്കെതിരെ കൃത്യമായ അഫിഡവിറ്റ് ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. കെ എം മാണി കുറ്റക്കാരനാണെന്ന് തെളിവുണ്ടെന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കെ എം മാണി വെള്ളം പൂശിയിട്ടില്ല ഈ ഗവൺമെന്റ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ അഴിമതിയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആ നിങ്ങളുടെ അവസാന മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനങ്ങൾ അന്തിമമായി പരിശോധിക്കാൻ പോവുകയാണ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ. നമ്മുടെ സംവിധാനങ്ങളിൽ അന്വേഷണങ്ങൾ ഇഴയുന്നതും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു കേസിലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു നിലപാട് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അത് കാണാതിരിക്കാനാവുന്നതാണോ ശ്രീ തിരുവഞ്ചൂർ? പിന്നെ രാഷ്ട്രീയ ധാർമ്മികത, ഈ മന്ത്രിമാർ രാജിവെച്ചത് യഥാർത്ഥത്തിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന മുൻ സർക്കാർ കണ്ടതിൽ നിന്ന് ഭിന്നമാണ്. ഒരു തരത്തിലും മുഖ്യമന്ത്രി അവരെ പിന്തുണച്ചിട്ടില്ല, ഇ പി ജയരാജനെ അടക്കം. ശരത്, ഞാനൊരു കാര്യം പറയാം. ഇവരേത് അന്വേഷണം വേണമെങ്കിലും ധൈര്യം ഉണ്ടെന്ന് നടത്തട്ടെ. ഇവർ നടത്തും എന്ന് പറയുമ്പോൾ നാട്ടുകാരെ എന്തിനാണ് ഭീഷണിപ്പെടുത്തത്? ഇവരുടെ കയ്യിൽ അധികാരമില്ല, ഇവരങ്ങ് നടത്തട്ടെ. എന്നിട്ട് എന്താ ചെയ്യാത്തത്? ഒരു കൊല്ലമായിട്ട് എന്താ ചെയ്യാത്തതെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യം വെറും പ്രചരണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, വെറും ഒരു പൊട്ടാസ് പിടിയാണ്. ഇവരന്വേഷണം നടത്തട്ടെ. ദിവസവും അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല. അന്വേഷണം നടക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനിവിടെ ഈ പെൻഷനെക്കുറിച്ച് എൻ്റെ സ്നേഹിതൻ ശ്രീ സുനിൽകുമാർ പറഞ്ഞു. അദ്ദേഹം ഒരാവേശം കൊണ്ട് പറഞ്ഞായിരിക്കും. 2016 ഫെബ്രുവരി മാസം 6-ാം തീയതി പെൻഷൻ കുടിശ്ശികയുള്ള ആളുകൾക്കെല്ലാം കൊടുത്തു. ഞങ്ങൾ KSRTCയിൽ പോലും പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കലാപ്പ് KSRTCക്കാർ പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയിലാണ്. അതൊന്ന് അവർക്ക് കൊടുത്താൽ മതി. ഞാനതൊരു തർക്ക വിഷയമാക്കുന്നില്ല. അവർക്കതൊന്ന് കൊടുക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, അതിൽ രാഷ്ട്രീയമില്ലാത്ത എല്ലാ ആളുകളും ഉണ്ട്. KSRTCയിലെ AITC യൂണിയനും ഇത് കൊടുക്കണം. തിരുവഞ്ചൂർ, ഞാനൊന്ന് ഇടപെടുന്നു. മന്ത്രി എന്ന നിലയിൽ ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് UDF കുടിശ്ശിക വരുത്തിയിട്ടില്ല, ഫെബ്രുവരി വരെ കൊടുത്തിട്ടാണ് പോയത്. UDFന്റെ കുടിശ്ശിക അടക്കം നിങ്ങൾ കൊടുത്തു എന്നതാണ് ക്ഷേമ രംഗത്തെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ആർജവമായി പറയുന്നത്. 48.5 ലക്ഷം ആളുകൾക്ക് 5100 കോടിയോളം രൂപ നൽകിയിരിക്കുന്നു. KSRTCയിലെ സ്ഥിതി ഉദാഹരിച്ചുകൊണ്ട് തന്നെ അതിനെ വെട്ടാൻ തിരുവഞ്ചൂർ ശ്രമിച്ചത് കേട്ട് കാണുമല്ലോ. അല്ല ശരത്, തിരുവഞ്ചൂർ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. നിയമസഭയുടെ എല്ലാ വശങ്ങളും അറിയുന്ന ആളാണ്. 5000 ചില്ലാൻ കോടി രൂപ കൊടുത്തു എന്ന കണക്ക് ഗവൺമെന്റ് വെക്കുന്ന ഒരു മാസത്തെ പെൻഷൻ അല്ലല്ലോ. എത്ര മാസത്തെ പെൻഷനാണ് ഇത്? നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടതല്ലേ. ഞങ്ങളുടെ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല, നിയമസഭയ്ക്കകത്ത് പറയാൻ അദ്ദേഹം ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ ഇത്ര മാസത്തെ കുടിശ്ശിക തീർത്തു എന്ന ചോദ്യം ഉത്തരവും പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് എതിർത്തിട്ടില്ലല്ലോ. നിയമസഭയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞോ ഇത് ഞങ്ങൾ കൊടുത്ത പൈസയായിരുന്നു, നിങ്ങൾ കൊടുക്കുന്ന എന്തിനായിരുന്നു ചോദിച്ചില്ലല്ലോ. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഈ പെൻഷൻ കുടിശ്ശികയുടെ കാര്യത്തിൽ നിങ്ങൾ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക അത്രയും വലിയ കുടിശ്ശികയായിരുന്നു. അത് ഞങ്ങൾ ഓണക്കാലത്ത് കൊടുത്തത് സത്യമാണ്, അത് യാഥാർത്ഥ്യം അംഗീകരിക്കണം. പിന്നെ KSRTC പെൻഷന്റെ കാര്യം പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. തിരുവഞ്ചൂരിനെ അറിയുന്ന പോലെ എനിക്ക് പോലും അറിയില്ല. എന്താണ് KSRTCയുടെ പ്രശ്നമെന്ന് തിരുവഞ്ചൂരിന് അറിയാത്ത കാര്യമാണോ? ആ പ്രശ്നത്തിനകത്തുള്ള പരിഹാരം ഉണ്ടാക്കാൻ പൂർണ്ണമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമല്ലേ? അത് ഈ ഗവൺമെന്റ് മാത്രം കുഴപ്പമാണോ? ഇത് ഒരു കൊല്ലം കൊണ്ട് തീർക്കാൻ കഴിയുന്ന കാര്യമാണോ KSRTCയിലെ പ്രശ്നം? എത്ര ഗവൺമെന്റുകൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് KSRTC അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഗവൺമെന്റ് എങ്ങനെയാണ്? അല്ല, അതായത് ഇവർ അവസാന കാലത്ത് ഇലക്ഷൻ കാലത്ത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഗവൺമെന്റ് കൊടുക്കില്ല എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ പ്രശ്നം എന്താണ് തിരുവഞ്ചൂരിന് അറിയാം. പക്ഷേ തിരുവഞ്ചൂർ ഇപ്പോ അത് രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നു എന്ന് മാത്രമേ കരുതിയാൽ മതി. അല്ലാതെ KSRTC വിഷയത്തിൽ ഈ ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം KSRTC അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് KSRTC പറ്റി എനിക്കറിയാം. ഒരു മറുപടി ഉണ്ടെങ്കിൽ KSRTC ആയതുകൊണ്ടും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു സർക്കാർ ആയതുകൊണ്ടും ആ സർക്കാരിന്റെ പിറന്നാൾ ആഘോഷം ചർച്ച ചെയ്യുന്നത് കൊണ്ടും ശ്രീ തിരുവഞ്ചൂർ KSRTC വളരെ പ്രധാനമാണ്. അതിനിവരെ മാത്രം പഴിക്കാനുമാകില്ല. അത് കാലങ്ങളായുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ഒരു ഇളവെങ്കിലും ഈ സർക്കാരിന് താങ്കൾക്ക് കൊടുത്തുകൂടെ? ശരത്, ഞാനിതൊന്നും സർക്കാരിനെ പ്രതിക്കൂട്ടി ചേർക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു പോയിന്റ് സ്കോർ ചെയ്യാനോ പറയുന്നതല്ല. ഞാനൊരിക്കലും ഒരു ചർച്ചയിൽ വന്നിട്ട് പച്ചക്കള്ളം പറയുന്ന പ്രശ്നവുമില്ല. ഇനി സാധാരണഗതിയിൽ പോലും
സത്യമാണെങ്കിൽ സത്യമാണെന്ന് അംഗീകരിച്ചു പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതെ, ഞാൻ എൻ്റെ കേസല്ലേ പറയട്ടെ ആദ്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വ്യത്യസ്തമായി നമ്മൾ പറയുന്ന പ്രശ്നമേ ഇല്ല. ശ്രീ സുനിൽകുമാർ രേഖകളൊക്കെ പരിശോധിക്കട്ടെ. 2016 ഫെബ്രുവരി മാസം 6 ഇവിടെ എല്ലാ ജില്ലകളിലും ഈ പെൻഷന് വേണ്ടിയുള്ള വിതരണം നടന്നിട്ടുണ്ടോ? ഇനി പക്ഷേ അതിൽ പെടാത്ത നിങ്ങൾ പെൻഷനുകളുണ്ടോ തർക്കിച്ചിട്ടില്ല എന്നുള്ള സാർ. ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിനൊന്നും പറയുന്നില്ല. ചിലപ്പോൾ സഭയിൽ ഉണ്ടാകാം. പോലും പക്ഷേ സർക്കാർ ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ പുറത്ത് ചർച്ചകളിൽ ഇങ്ങനെ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. സഭാരേഖകളിൽ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശികയാണ് ഈ സർക്കാർ തീർത്തത്. അല്ല ശരത്തെ, ഒരു കാര്യം, ഒറ്റ കാര്യം പറഞ്ഞോളൂ ശരത്തെ, ഒറ്റ കാര്യം. അതായത് ഞാൻ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ പെൻഷൻ കുടിശ്ശിക വിതരണം ഈ തിരുവഞ്ചൂരിനോട് എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾ അധികാരം വിട്ടൊഴിയുമ്പോൾ ഇവിടുത്തെ ക്ഷേമ പെൻഷനുകളെല്ലാം കുടിശ്ശിക പൂർണ്ണമായിട്ടും തീർത്തിട്ടാണോ നിങ്ങൾ അധികാരം വിട്ടൊഴിഞ്ഞെന്ന ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ പെൻഷൻ കുടിശ്ശികയിലേക്ക് എന്തെങ്കിലും തുക കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പെൻഷൻ ഒഴിയുമ്പോൾ നിങ്ങളുടെ ഭരണകാലത്തുണ്ടായിരുന്ന കുടിശ്ശിക പൂർണ്ണമായി തീർത്ത് അവസാനിപ്പിച്ചിട്ടാണ് പോയെന്ന് പറയാൻ പറ്റുമോ? തിരുവഞ്ചൂർ, എല്ലാ കാലത്തും ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു കണ്ടിന്യൂസ് ബോഡിയാണ് ഗവൺമെൻറ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഗവൺമെൻറ് ഒരു കണ്ടിന്യൂസ് ബോഡിയാണ്. പഴയ ഗവൺമെൻറ് 2011 അവസാനിച്ച ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള പെൻഷൻ കുടിശ്ശിക ഞങ്ങൾ വന്നപ്പോൾ തീർത്തിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ചെയ്യണം. കാരണം ഗവൺമെൻറ്റുകൾ മാറിയാലും പാവപ്പെട്ട ആളുകളെ ശിക്ഷിക്കരുത്. അതുകൊണ്ട് തുടർച്ചയായി പോകണം. ഇനി ഈ ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരുന്നു എന്നിരിക്കട്ടെ, എല്ലാം ചിറകെട്ട് നിർത്തിയതുപോലെ ക്ലീനാക്കി നിർത്തി നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇനി വിസിലടിച്ചാൽ മതി എന്നൊരു മട്ടിലൊരു ഗവൺമെൻറ് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ബോഡിയാണ്. അപ്പോൾ ചിലപ്പോൾ അവർ കുടിശ്ശിക കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ടാകാം. പക്ഷേ നമ്മളുടെ പ്രശ്നം അന്നത്തെ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറയുന്നത് ഉണ്ട്. പക്ഷേ ആ കാലത്ത് പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ DA പൂർണ്ണമായി കൊടുത്ത് ശമ്പള പരിഷ്കരണം കൊടുത്ത് 1 രൂപ ഓർഡിനറി ബസ്സിലെ ചാർജ് കുറച്ച് കുട്ടികൾക്ക് സൗജന്യ യാത്ര വരെ ഉണ്ടാക്കി കൊടുത്ത KSRTC ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന പോയിന്റ് എവിടെയാ? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് എന്നോട് ഉത്തരം പറയണമെന്നില്ല, പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് പരിഹാരം പറഞ്ഞോട്ടെ. വേഗം ഒരു കാര്യം ശരത്തെ, അതായത് ശരത്ത്, ഞാനൊരു കാര്യം, നിങ്ങൾ ഇവരെ ചോദിച്ചല്ലോ ഈ പ്രതിപക്ഷം പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശുദ്ധ അസംബന്ധമായിരുന്ന അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ, തിരുവഞ്ചൂർ പറഞ്ഞല്ലോ. ഞങ്ങളന്ന് വിഴിഞ്ഞ ഹാർബറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തെളിഞ്ഞിരിക്കല്ലേ? CAG റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? എത്രായിരം കോടി രൂപ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ അദാനി ഗ്രൂപ്പിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ അവിഹിതമായ ലാഭം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞപ്പോ ഞങ്ങൾ വികസന വിരോധികളായി ചിത്രീകരിച്ച നിങ്ങൾക്ക് മറുപടി പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായും അത് വരുന്നുണ്ട്. അത് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തിൽ അത് കരുതി വെച്ചിട്ടുണ്ട്. പറയാൻ പാടില്ല. മിനിസ്റ്റർ ഞാൻ വരാം. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഈ നിയമസഭാ സാമാജികരിലേക്ക് എന്ന നിലയിലടക്കം പോകേണ്ടി വന്നു. നമ്മളതിൽ കാഴ്ചക്കാരാണല്ലോ. ശ്രീ PS ശ്രീധരൻപിള്ള, ഈ കാര്യങ്ങളിൽ ഇരിക്കാൻ പറ്റിയാലേ ഒരു വാക്ക് ഞാൻ മറുപടി കൂടെ പറയാം. എന്നാ പറഞ്ഞോളൂ. അവസാനം വരെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ മറുപടി കൂടെ കേട്ടിട്ട് മിനിസ്റ്റർ ഇരിക്കും. ഞങ്ങൾ ഒരു കാര്യം പറയും. ഒന്ന്, എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്തട്ടെ, എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോട്ടെ. അതിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്ത്. ഒന്ന്. രണ്ട്, അന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് ഇതിനേക്കാൾ മെച്ചപ്പെട്ട കരാർ ഉണ്ടായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. മൂന്നാമത്തെ കാര്യം, അത് പല പ്രാവശ്യം ടെൻഡർ ചെയ്തു. ഒന്നാം ടെൻഡർ നടന്നു, 2 ആളുകൾ വന്നു. അതിനുശേഷം അവർ പിന്നെ ലങ്കോ കൊണ്ടപ്പള്ളിയാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത് ടെൻഡർ ചെയ്തു, ആരും വന്നില്ല. മൂന്നാമത് ടെൻഡർ ചെയ്തു, ഇവർ വന്നതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദീകരണം ഇന്നലെയും മുൻ മുഖ്യമന്ത്രി ആധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നത്. ശ്രീ PS ശ്രീധരൻപിള്ള, എന്ത് അന്വേഷണം വേണമെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ വിഴിഞ്ഞം ക്യാൻസൽ ചെയ്തു, ഞങ്ങൾക്ക് എന്താ മുടക്ക്? അത് നല്ല ബുദ്ധിയല്ലേ സുനിൽകുമാർ? കാരണം വിഴിഞ്ഞം ക്യാൻസൽ ചെയ്ത സർക്കാർ എന്ന നല്ല ബഹുമതി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് കോൺഗ്രസിന്റെ തന്ത്രം. കോൺഗ്രസിന്റെ തന്ത്രം അതാണ്. നിങ്ങൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറയാണ് ഞങ്ങളുടെ അടുത്ത്. അന്ന് ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ ഈ വിഴിഞ്ഞ ഹാർബറിനെ എതിർക്കൂ,
വിഴിഞ്ഞ ഹാർബർ എതിർക്കാൻ പറ്റാത്ത അത്രയും വലിയ ആവശ്യകതയാണ് വിഴിഞ്ഞ ഹാർബർ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ ആ ആവശ്യകതയുടെ ഏറ്റവും വലിയ അനിവാര്യത നിർത്തിക്കൊണ്ട് അത് ചൂഷണം ചെയ്യാൻ വന്ന അദാനിക്ക് വേണ്ടി നിങ്ങൾ വിരൽ വെച്ച് കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ എല്ലാ കരാറുണ്ടാക്കി. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ മറുപടിയും അദ്ദേഹത്തിന്റെ പ്രതികരണവും ശ്രദ്ധേയമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയാണ് നിങ്ങൾ ഈ ജനതയെ മുഴുവൻ കുഴിയിലിറക്കി എഴുതിയെടുത്ത ശേഷം പറയാണ് നിങ്ങൾ കയറിക്കോളെന്ന് പറഞ്ഞ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ പ്രതിപക്ഷം ആരാണ് എന്നൊരു വലിയ മത്സര ബുദ്ധി യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കും ഇടയിൽ വരാം. ആ സാഹചര്യത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമായി വിഴിഞ്ഞം, അതിന്റെ CAG റിപ്പോർട്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അന്വേഷണ ഓഫർ വരെ മുൻ മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞ പ്രശ്നമായി വിഴിഞ്ഞം നിൽക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വലിയ നിലയ്ക്കുള്ള മുൻ ഇടത് സർക്കാരുകളുടെ കാലത്തുണ്ടായ പോലുള്ളൊരു ഭരണതലത്തിൽ ഒരു കേന്ദ്ര വിരുദ്ധത വളരെ തീവ്രമായി പ്രകടിപ്പിക്കുന്നയാളല്ല മുഖ്യമന്ത്രി. കുറെ കൂടി വേണ്ട ഇടങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പോകണം എന്ന് പരസ്യമായി പറയാൻ ശ്രീ പിണറായി വിജയൻ മടി കാട്ടിയിട്ടുമില്ല. സഹകരണം അനിവാര്യമായിടത്ത് അതുണ്ടാകും എന്ന് പറഞ്ഞതുമുണ്ട്. യഥാർത്ഥത്തിൽ ആ നിലയിലുള്ള ഒരു സർക്കാർ സമീപനത്തെ മാർക്ക് കൊടുക്കാൻ താങ്കൾ തയ്യാറാണോ? ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേകത മുഖ്യമന്ത്രിയിൽ താങ്കൾ കാണുന്നുണ്ടോ? രണ്ട് വിഴിഞ്ഞം. ശരത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അതിന് മുമ്പ് ഈ ചർച്ചയിൽ ഉടനീളം പറയുന്ന ഈ രണ്ട് മുന്നണികൾ ഇപ്പോൾ അഴിമതി തന്നെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആർ ബാലകൃഷ്ണയുടെ കാര്യത്തിൽ അച്യുതാനന്ദൻ ഒരു മുൻകൈ എടുത്ത കാര്യത്തിൽ ഒഴിച്ചു നിർത്തിയാൽ നൂറുകണക്കിന് അഴിമതി ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരായി, MLA മാർക്കെതിരായി, പൊതു സംവിധാനത്തിലെ വ്യത്യസ്തമായ പല മേഖലകളിലെല്ലാം ഉയർന്നു വന്നല്ലോ. ഈ UDF സർക്കാരോ LDF സർക്കാരോ പരസ്പര പൂരകങ്ങൾ ഒന്ന് വീണാൽ മറ്റവർ താങ്ങി നിർത്തും എന്ന നിലയിലല്ലാതെ ഏതെങ്കിലും ഒരു കേസിൽ കുറ്റപത്രം കൊടുത്ത് കൃത്യമായി തെളിവ് കൊടുത്തിട്ട് ശിക്ഷിപ്പിക്കാൻ ശ്രമിച്ച ഒരു സംഭവം, കാൻ യു പോയിൻ്റ് ഔട്ട് എ സിംഗിൾ ഇൻസിഡൻറ്റ്? ഞാൻ പറയാം, ഓരോ സംഭവങ്ങളെ പറ്റി പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉദാഹരണം പറയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ എൻ്റെ സുഹൃത്താണ്, അത് ഞാൻ ബഹുമാനിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിലെ അഴിമതി കേസിൽ ഇപ്പോഴത്തെ MLA, പഴയ CA2 പ്രസിഡന്റ്, ഒരുപാട് ആൾക്കാർ പ്രതികളായ ഒരു കേസുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരോപണം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം 2 ദിവസം ഉമ്മൻചാണ്ടി ജില്ല മുഴുവൻ യാത്ര നടത്തിയ ആളാണ് നടന്നിട്ട് പണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ കേസിന് എന്തായി സംഭവിച്ചു? തൃശ്ശൂരിലായിരുന്നു അന്നത്തെ വിജിലൻസ് കോടതി. ആ തൃശ്ശൂർ വിജിലൻസ് കോടതി കൊടുക്കുമ്പം വിജിലൻസ് നിയമപ്രകാരം കൊടുക്കുന്ന കുറ്റപത്രത്തോടൊപ്പം തെളിയിക്കേണ്ട രേഖകൾ കൊടുത്തില്ലെങ്കിൽ കേസ് തള്ളിപ്പോകും. ഒരു രേഖകളും ഹാജരാക്കാതെ ആ കേസ് ഡിസ്ചാർജ് ചെയ്തു പോയില്ലേ? ഏതെങ്കിലും ഒരു സംഭവം പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഈ ആരോപണം ഉന്നയിച്ച കേസുകൾ ശിക്ഷിച്ചു എന്ന് രണ്ട് കൂട്ടർക്കും പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് ഒരേ തൂവൽ പക്ഷികളാണ്. നമ്പർ 2, അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഒരൊറ്റ കാര്യം, മലയാളിയായ ഒരു പത്രപ്രവർത്തകന് മഹാരാഷ്ട്രയിൽ നിന്ന് അവാർഡ് കിട്ടിയത് കേരള ശബ്ദത്തിലെ കഴിഞ്ഞ ലക്കത്തിലെ പ്രധാന വാർത്തയാണ്. എന്താ സംഭവം? അവിടെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നിടത്ത് അതില്ലാതാക്കാനുള്ള ശ്രമത്തിൽ വലിയ റളവോളം വിജയിച്ചപ്പോൾ അതിന് സഹായിച്ച മലയാളിയായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രപ്രവർത്തകനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാടടച്ച് വെടിവെക്കുന്നതിന് പകരം ഇതിനെ സംബന്ധിച്ച് ഇവർ രണ്ടു കൂട്ടരും ചോദിച്ചല്ലോ, BJP ആണോ പ്രതിപക്ഷം? കാത്തിരുന്ന് കണ്ടോളൂ, ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കാൻ പോകുന്നവരെ. അവർ ഒരേ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ധ്രുവീകരണം പൂർത്തിയാകുമ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതിപക്ഷത്തും ഇവർ രണ്ടു കൂട്ടും ഒന്നിച്ചു നിൽക്കും. ആ രാഷ്ട്രീയമുണ്ടാകും, BJP പ്രധാന പ്രതിപക്ഷമാകും. അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളിലും പോരാട്ടത്തിൽ ഒരു പണത്തൂക്കം മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, താങ്കൾ ചോദിച്ച ചോദ്യം. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തത്വദീക്ഷയില്ലാത്ത ആരോപണ പ്രത്യാരോപണങ്ങളാണ്. കാരണം വേറെ ഒരു സ്റ്റേറ്റിലും ഇതില്ല. സ്റ്റേറ്റിൻ്റെ പുരോഗതി വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും. ഇവിടെ എല്ലാത്തിലും രാഷ്ട്രീയം കാണുകയാണ്. ഞാൻ പറയുന്നതല്ല ശരത്തെ, APJ അബ്ദുൽ കലാം നമ്മുടെ നിയമസഭയെ അഭിസംബോധന ചെയ്തപ്പം അദ്ദേഹം അനുഭവസ്ഥനാണ്, കേരളത്തിൽ ജീവിച്ച്. അദ്ദേഹം പറഞ്ഞു, ഈ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കാതെ കേരളം രക്ഷപ്പെടില്ല എന്ന്. അതുകൊണ്ട് ഈ ആരോപണ പ്രത്യാരോപണവും വിവാദങ്ങളുമെല്ലാം ഇവർ സൃഷ്ടിച്ചുകൊണ്ട് കേരളം ഇന്ന് കുത്തുപാളയെടുത്ത ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ സാമ്പത്തികമായ രംഗത്ത് കാർഷിക മേഖല എടുത്തോളൂ, വ്യാവസായിക മേഖല എടുത്തോളൂ, പാരമ്പര്യ മേഖല എടുത്തോളൂ, സമുദ്രോൽപ്പന്നം എടുത്തോളൂ, ഈ പറഞ്ഞ പോലെ കാർഷിക രംഗം കേരളം ഒരു തകർച്ചയുടെ പാതയിലാണ്. നിങ്ങൾ പറയുന്നു ഒരു നവകേരളം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സംസ്കാരത്തെ മാറ്റിമറിച്ചു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന അനഭിലഷണീയമായ രാഷ്ട്രീയ സംസ്കാരത്തെ മുഴുവൻ തിരുത്തുകയാണ് എന്നുമൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഈ സർക്കാരിനകത്ത് നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഭിന്നത പ്രകടിപ്പിക്കാൻ മടിയില്ലാത്ത വിധം താങ്കളുടെ പാർട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ സർക്കാരിനുള്ളിലെ പ്രതിപക്ഷം എന്ന നിലയിൽ
ഈ പറഞ്ഞ ഒരു വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ ഈ എതിർപ്പുകളെ പ്രതിരോധിക്കുന്നതിന് ഒരു തടസ്സമാകുന്നുണ്ടോ? ഈ പറഞ്ഞ വിമർശനങ്ങളെ നേരിടുന്നതിൽ, ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ സർക്കാരിനും LDFനും കഴിയുന്നുണ്ടോ ഫലപ്രദമായി? ശരത്തെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് മന്ത്രിസഭയെ സംബന്ധിച്ചും ഒരു നിലയിലും കെട്ടുറപ്പിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഈ ഗവൺമെൻറ് സംബന്ധിച്ചില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാണ്. വിമർശനങ്ങൾ ഈ കാലത്തല്ല ഏത് കാലത്തും പരസ്പര വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു പുതിയ കാര്യം പോലെ പറയേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് മുൻപും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ വിമർശനങ്ങളാണ്. അതൊന്നും തന്നെ ഗവൺമെൻറ്റിനെ ബാധിക്കുകയും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുകയും ചെയ്യുന്ന മറ്റ് പാർട്ടികൾ നടക്കുന്ന പോലെയുള്ള വിമർശനങ്ങളല്ല ഇവിടെ നടക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം, BJP നേതാവ് എൻ്റെ ബഹുമാനായിട്ടുള്ള പിന്നെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള, അദ്ദേഹം സ്ഥിരമായി BJP പറയുന്ന ഒരു പല്ലവിയാണ്, ഇത് കോൺഗ്രസും പിന്നെ LDF ഒരുപോലെയാണ്. അത് ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ്. ആടിന് 4 കാലുണ്ട്, പട്ടിക്ക് 4 കാലുണ്ട്. ആടിന് ഒരു വാലുണ്ട്, പട്ടിക്ക് ഒരു വാലുണ്ട്. അതുകൊണ്ട് എല്ലാ ആടും പട്ടിയാണെന്നും എല്ലാ പട്ടികളും ആടുകളാണെന്നും പറയുന്ന വിദണ്ഡവാദമാണ് BJP അവിടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന സമരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ സമരത്തെക്കാൾ ഉപരിയായി ഇത് BJP ആണോ കോൺഗ്രസ് ആണോ പ്രതിപക്ഷ പാർട്ടികളിൽ മുമ്പിൽ നിൽക്കുന്ന സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ പിന്നെ അതേ ചോദിച്ച കാര്യം എന്താണ്? ഇവിടെ പിന്നെ അഴിമതിയെ സംബന്ധിച്ച് ഞങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിക്കും. ഞങ്ങൾ രാഷ്ട്രീയ വൈര്യനിരാധന ബുദ്ധിയോടുകൂടി UDFന്റെ മന്ത്രിമാരായിരുന്നവരെയും നേതാക്കന്മാരെയും വൈര്യനിരാധന ബുദ്ധിയോടുകൂടി പോകാനല്ല, അവർക്കെതിരെ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം സുനിൽകുമാർ ഒരു കാര്യം പറയാം. ശരിയാണ്, ഇപ്പോൾ ഈ സർക്കാരിനെ വിലയിരുത്തുമ്പോൾ പല പ്രമുഖരും പറയുന്നുണ്ട് അഴിമതി കാര്യമായി കുറവാണ്, അതൊരു വലിയ പ്രത്യേകതയായി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ നേതാക്കൾ അഴിമതി ആരോപണങ്ങളിൽ പെട്ടാൽ അത്തരം കേസുകളിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം കൊണ്ടുവരാൻ ഇടതുപക്ഷ സർക്കാരിന് പോലും കഴിയുന്നില്ല എന്ന് അംഗീകരിക്കേണ്ടി വരും. ഒരു വർഷമായിട്ടും കാതലായ അത്തരം പ്രശ്നങ്ങളിൽ ഒരു തീരുമാനത്തിൻ്റെ സ്വഭാവത്തോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം അതിൽ ഉണ്ടാവണ്ടേ? മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായ കൂട്ടുത്തരവാദിത്വവും വേണമല്ലോ. അത് CPMഉം CPIയും തമ്മിൽ മുൻപില്ലാത്തവണ്ണം ദുർബലപ്പെട്ട നിലയിലാണ് കണ്ടത്. മുഖ്യമന്ത്രിക്ക് മുതലാളിയുടെ ഭാഷയാണ് എന്ന് പറയാൻ മടികാട്ടാത്ത സംസ്ഥാന സെക്രട്ടറി CPIക്കുണ്ടല്ലോ. അല്ല, നിങ്ങൾ അതൊന്നും കേട്ട് നിങ്ങൾ ആരും ഇതാ മുന്നണിക്കകത്തൊരു വിള്ളലുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. മന്ത്രിസഭ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അങ്ങനെ പറഞ്ഞ അതിനർത്ഥം ഈ സർക്കാർ ധാരണയിൽ പിണറായി വിജയന്റെ നേതൃത്വം അംഗീകരിക്കുന്ന മന്ത്രിമാരാണ്. ഞങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വം അംഗീകരിക്കുന്ന മന്ത്രിമാരാണ് CPIയുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ. പക്ഷേ താങ്കളുടെ സെക്രട്ടറി പിണറായിക്ക് ഒരു അപകടം വരാൻ, പിണറായിക്ക് ഒരു തെറ്റ് വരാൻ കാത്തിരിക്കുന്ന പോലെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഗവൺമെന്റ് എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? എത്രയോ തവണ പറഞ്ഞു, എത്രയോ തവണ വിവരാവകാശത്തിന്റെ കാര്യത്തിൽ, നിലമ്പൂരിലെ മാവോയിസ്റ്റ് കൊലയുടെ കാര്യത്തിൽ, മഹിജ പ്രശ്നത്തിൽ, എത്രയോ കാര്യങ്ങളിൽ CPI വിയോജിച്ചു. അല്ല, അതൊക്കെ മുന്നണി തീരുമാനമല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കൈകാര്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ്. അത് ഗവൺമെന്റിനെതിരായ വിമർശനമല്ല. ഗവൺമെന്റ് ശരിയായി മുന്നോട്ട് പോകണമെന്ന നിലയിലുള്ള ചില നിലപാടുകളും അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നതാണ്. അത് ഗവൺമെന്റ് തകർക്കാൻ വേണ്ടിയുള്ള വിമർശനമാണ്. നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് തെറ്റുപറ്റും. കാരണം ഇപ്പോൾ CPIയെ പല കാര്യങ്ങളിലും നിങ്ങൾ തലോടിക്കൊണ്ടാണ് സഭയിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. രാഷ്ട്രീയമായി CPI കോൺഗ്രസ് സഹകരണം എന്ന ദേശീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അടക്കം കാനം അത് സൂചിപ്പിച്ചു. അതിനെ തള്ളിക്കൊണ്ടുള്ളൊരു CPM നിലപാട് പരസ്യവുമാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞതുപോലെയാണോ, ആ വിശാലാർത്ഥത്തിലാണോ CPI ബന്ധം, അല്ലെങ്കിൽ CPI മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധം ഈ സർക്കാരിൻ്റെ ഒരു വർഷം പിന്നിടുമ്പോൾ? ശ്രീ സുനിൽകുമാർ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് തെറ്റായി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ പിൻവലിക്കാൻ ഇനിയും സമയമുണ്ട്. അല്ലെന്ന് ഒരിക്കലും ഈ പറഞ്ഞതിനേക്കാൾ ഗൗരവതരമാണ് പ്രശ്നം. കാരണം ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ, CPI മന്ത്രിമാർ പിണറായി വിജയൻ്റെ നേതൃത്വം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഞങ്ങൾക്കിതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പിന്നെ അഭിപ്രായ വ്യത്യാസം ആർക്കാം? പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണോ? അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഒരു അഭിപ്രായവും മന്ത്രിമാർക്ക് മന്ത്രിസഭയിൽ വ്യത്യസ്ത അഭിപ്രായവും വരുമ്പോൾ
CPIയും CPI ലീഡർഷിപ്പും മന്ത്രിമാരും രണ്ട് ചാനലിൽ പോകുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീ സുനിൽകുമാർ, നാട്ടുകാർക്കാകെ മനസ്സിലായി ഈ വൈരുദ്ധ്യം, മന്ത്രിമാരായ CPIക്കാർക്ക് മനസ്സിലാകുന്നില്ലെന്നാണോ ഇപ്പോൾ മൂന്നാറിലെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത്? അല്ല ശരത്തെ, എത്രയോ CPI CPM പിന്നെ പുലർന്നതിന് ശേഷം എത്ര തർക്കങ്ങളുണ്ടായി, കൊലപാതകങ്ങൾ പോലും നടന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ വെളിയമ്പാറകൾ സെക്രട്ടേറിയറ്റ് സമയത്ത് ഞങ്ങൾ CPIയുടെ MP പിന്നെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളല്ലേ? അതിനേക്കാൾ വലിയ സംഘർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പേരിൽ? ഇതൊക്കെ സാധാരണ നിലയിൽ നടന്നു പോരാറുള്ള പോലെ പല ചർച്ചകളുണ്ടായിട്ടുണ്ടാവാം, ചില അഭിപ്രായപ്രകാരം നടന്നിരിക്കാം. ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് കൂട്ടിയോജിപ്പിച്ച മുന്നണിയല്ല. ഇത് സ്വയം ഇത് ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയമായ നിലപാട് പരസ്പരം നടത്തിയതിന്റെ പേരിൽ അലിഞ്ഞു പോകുന്ന മുന്നണിയല്ല തിരുവഞ്ചൂർ തിരിച്ചറിഞ്ഞത്. ശ്രീ സുനിൽകുമാർ, തിരുവഞ്ചൂർ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ലോ അക്കാഡമി വിഷയം, മൂന്നാർ പ്രശ്നം, അതുപോലെ തന്നെ ജിഷ്ണു സംഭവത്തിന് ശേഷമുള്ള മഹിജയുടെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ, ഇതിലെല്ലാത്തിലും അന്നാണ് മുഖ്യമന്ത്രി അതിനോട് ഈ സമരം കൊണ്ട് എന്തു നേടിയെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മുതലാളിയുടെ ഭാഷയാണെന്ന് പറഞ്ഞ കാനം രാജേന്ദ്രന്റെ വിശദീകരണം വന്നത്. ഇതിലെല്ലാം താങ്കൾ പറഞ്ഞത് ഈ ചർച്ചയിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന് വെച്ചാൽ ആ വിഷയങ്ങളിൽ തിരുവഞ്ചൂർ ചോദിച്ച ഒരു കുടുക്കതാണ്. നിങ്ങൾ CPI സംസ്ഥാന സെക്രട്ടറിക്കൊപ്പമല്ലേ? എന്താണ് ഒരു കുടുക്കൂല. ഞാൻ ആ കുടുക്കിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. തിരുവഞ്ചൂരിന്റെ ഉദ്ദേശം എന്താ? CPI CPM തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിനകത്ത് ഒരു എതിരായി നിൽക്കുന്ന ആളുകളാണ്, വരുത്തി തീർക്കലാണ്. ഇതുപോലെ അഭിപ്രായ പ്രകടനം നടത്തുക എന്നതിന്റെ അർത്ഥം തിരുവഞ്ചൂർ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഗവൺമെന്റിനകത്തും മുന്നണിക്കകത്തും വലിയ പ്രശ്നമുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങൾക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു അഭിപ്രായ വ്യത്യാസം തമ്മിലില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വികസന ക്ഷേമ മുന്നേറ്റങ്ങൾക്ക് നിറം കെടുത്തിയ ഒരുപാട് വിവാദങ്ങൾക്ക് ഒരുപാട് സംഭാവന നൽകിയതാണ് CPIയുടെ പരസ്യ നിലപാട്. അതാകാം, ഒരു വ്യത്യാസവുമില്ല, ഒരു സ്വാതന്ത്ര്യക്കുറവുമില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്, താങ്കൾ പറഞ്ഞ പോലാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ പരസ്യമായി പറഞ്ഞ് വിഴുപ്പലക്കിയത്? അതിനൊരു മുന്നണി സംവിധാനമില്ലേ? ആ മുന്നണി സംവിധാനത്തിൽ ചർച്ചയാകാതെ പരസ്യമായി ഒരു നിലപാടെടുത്തത് ചക്കളത്തി പോരാട്ടാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വിഴുപ്പലക്കൽ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചർച്ചകളെ വിഴുപ്പലക്കൽ എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനിക്കരുത്. വിഴുപ്പലക്കൽ എന്ന് പറയുന്നത് പലപ്പോഴും കോൺഗ്രസിനകത്ത് നടക്കാറുണ്ട്. വിഴുപ്പലക്കൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പദം വിഴുപ്പലക്കൽ CPI CPM തമ്മിൽ നടത്തേണ്ട കാര്യമില്ല, ഞങ്ങൾ നടത്താറുമില്ല. ഇവിടെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ CPM ആളുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം. ഞങ്ങൾ ആ പാർട്ടി തീരുമാന പ്രകാരം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഗവൺമെന്റിലെ മുന്നണി എന്ന് പറയുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിലെ കൂട്ടുത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ് CPI മന്ത്രിമാർ. അതാണ് ഈ ഗവൺമെന്റ് കെട്ടുറപ്പ്. ഈ ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള, ഏതായാലും ഈ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളൊക്കെ എങ്ങനെ എതിർത്താലും വിവാദങ്ങളും മാധ്യമങ്ങളും എന്തു പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരു നിമിഷം വികസന ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകും. അതൊരു ഭാഗം. മറുഭാഗത്ത് ഈ രാഷ്ട്രീയ വിമർശനം ഇതേ മട്ടിൽ തുടരേണ്ടി വന്നാൽ തുടരും എന്ന് തന്നെയാണ് CPI വിശദമാക്കിക്കൊണ്ടിരിക്കുന്നത്, മന്ത്രി സുനിൽകുമാറിന്റെ നിലപാടിലടക്കം. അത് രണ്ടാം വർഷത്തിൽ എങ്ങനെയാകും സർക്കാരിനെ രാഷ്ട്രീയമായി ബാധിക്കുക, സ്വാധീനിക്കുക? ഒന്ന്, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മര്യാദ. അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയത്തിൽ മുന്നണികൾക്കകത്ത് വിവിധ കക്ഷികൾ ഒന്നിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പൊതുപരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്, തെരുവിൽ വന്നിട്ട് പറയല്ല. അതുകൊണ്ട് സുനിൽകുമാർക്ക് ബഹുമാനപ്പെട്ട കാനം രാജേന്ദ്രനെയാണ് ഇവിടെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, ക്യാബിനറ്റ് കളക്റ്റീവ് ബോഡിയല്ലേ? DGPയുടെ നിയമനം സംബന്ധിച്ചുണ്ടായ പ്രശ്നം വന്ന അവസരത്തിൽ തീരുമാനമെടുത്തതിനെ കാനം എങ്ങനെയാണ് പ്രതികരിച്ചത്? എങ്ങനെയാണ് അഫിഡവിറ്റ് കൊടുത്തത്? കളക്റ്റീവ് ബോഡി ആയിരുന്നെങ്കിൽ തൻ്റെ ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്ത നിലപാടിനെ എതിരായിട്ട് പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പ് വരുമോ? അതുകൊണ്ട് ഇതൊന്നും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാത്ത CPI? അത് ഉപയോഗിച്ച വിദണ്ഡവാദം തന്നെ വാസ്തവത്തിൽ 67 മന്ത്രിസഭയുടെ പതനത്തിന് EMSനെതിരായിട്ട് അന്നത്തെ CPIക്ക് വേണ്ടിയിട്ട് അന്ന് തോപ്പിൽ വാസി ഉപയോഗിച്ച വാക്കാ വിദണ്ഡവാദം. EMSന്റെ വിദണ്ഡവാദം കൊണ്ട് തകർന്ന് പറഞ്ഞത്. അതിനെ തുടർന്ന് ആ മന്ത്രിസഭ തകർന്നത്. അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ആ വിദണ്ഡവാദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്ക് തന്നെയാണ് പ്രോപ്പറായിട്ടുള്ളത്. നിങ്ങൾക്കിടയിലൂടെ നിങ്ങൾ പറഞ്ഞാൽ തീർത്താൽ പോരെ? ജനങ്ങളുടെ മുമ്പിലേക്ക് ഇഷ്യൂ ആയി വെക്കുമ്പോൾ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ഇടപെടും. അജണ്ട കിട്ടുകൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ സ്വയം പരിഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. റൈറ്റ്.
നിങ്ങൾക്ക് എന്താ എത്ര വിഷമം? ഞങ്ങൾ CPM തമ്മിൽ തർക്കിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ഞങ്ങളെന്ന് പറ, സത്യപ്രതിജ്ഞ ചെയ്ത അധികാരറ്റ മന്ത്രിയാണ്. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും പറയില്ല, നമ്മൾ ഒന്നിച്ച് പറ. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അജണ്ട കൊടുക്കുന്ന കാനത്തിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പബ്ലിക്കിലേക്ക് അജണ്ട സെറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ അടുക്കളക്കാർ വല്ലെന്ന് പറയുന്നത് എത്ര പരിഹാസ്യമാണത്. ഒരു മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗമായി മുഖ്യമന്ത്രി പിണറായിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ നിലപാടോടുകൂടി മുന്നോട്ട് പോകും. പക്ഷേ രാഷ്ട്രീയമായി CPI ആ വൈരുദ്ധ്യങ്ങളും അവരുടെ ഭിന്നാഭിപ്രായങ്ങളും പരസ്യമായി ഇനിയും പറയും. അത് വാക്കിലേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അത് വേറൊരു പ്രശ്നം. അത് ഒരു പാർട്ടിയെ ചോദ്യം ചെയ്യുകയാണ്. അത് വാക്കിലേ ഉള്ളൂ. MN മന്ദിരത്തിൽ ചെല്ലുമ്പോൾ അവർ വേറെ തീരുമാനം എടുക്കും, പാര വെക്കും, അന്യോന്യം നടക്കുന്നത്. CPM തമ്മിൽ തർക്കിച്ച് ഗവൺമെന്റ് വീഴും അല്ലെങ്കിൽ ഗവൺമെന്റ് തകരുമെന്ന് വ്യാമോഹം ആരും കാണണ്ട. അതാർക്കും വേണ്ട. അതാണ് CPM-നെതിരായി നിൽക്കുന്ന ഒരു ശക്തിയാണ്. അല്ലെങ്കിൽ സുനിൽകുമാർ, ഈ സർക്കാർ അങ്ങനെ ഒരു തർക്കം വന്നാൽ അധികാരത്തിൽ പോലെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ വീക്ഷണമുള്ള ആൾക്കാരാണല്ലോ. താങ്കൾക്ക് അറിയാമല്ലോ അങ്ങനെ സംഭവിക്കാൻ. പക്ഷെ ഒരു സർക്കാരിന്റെ തിളക്കത്തെ ഇല്ലാതാക്കാൻ ഇത്തരം ആഭ്യന്തര വിമർശനങ്ങൾ, കലഹങ്ങൾ ഇടം വരുത്തും. അത്തരം മുൻ അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിനാണോ യഥാർത്ഥത്തിൽ CPI-യുടെ ഈ പരസ്യ വിമർശനം ഇടയാക്കുക എന്നത് മാത്രമാണ് ചോദ്യം. ഇവിടെ ശ്രീ തിരുവഞ്ചൂർ ഒരു കാര്യം, ഇതെല്ലാം പോട്ടെ, നിറം കെടുക്കുന്ന കാര്യം ഞങ്ങളാണല്ലോ വ്യാകുലപ്പെടേണ്ടത്. നിങ്ങൾക്ക് എന്തിനു വ്യാകുലപ്പെടേണ്ട കാര്യം എന്താ? ഇത് കേരളത്തിന്റെ കാര്യമാണ്. കേരളത്തിലെ സർക്കാരിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. CPI-യുടെ ആഭ്യന്തര കാര്യമല്ല ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ സർക്കാരിന്റെ നിറവും മേൽവിലാസവും നഷ്ടപ്പെടാൻ ആ പാർട്ടിയുടെ ഭാഗമായി, ആ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവർ ചോദ്യം അത്രേ ഉള്ളൂ. ശരത്തെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഏതെങ്കിലും വികസനത്തിന് തടസ്സമുണ്ടായിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇടതുപക്ഷ ഗവൺമെന്റ്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നിയമസഭകൾ എത്ര കൂടി? ആ നിയമസഭയ്ക്കകത്ത് എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? മന്ത്രിസഭയ്ക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ? ജനങ്ങൾക്ക് കാര്യമാണ്. ഈ ഗവൺമെന്റ് CPM അടക്കമുള്ള CPI ഒരു പാർട്ടി എന്ന നിലയിൽ പറയാൻ വേണ്ടി പറയുകയാണ് ഞാൻ. CPM-ഉം നേതൃത്വം നൽകുന്ന ഈ മുന്നണി ഗവൺമെന്റ് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കും, ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, ഐക്യത്തോട് മുന്നോട്ട് പോവുകയും ചെയ്യും. കോൺഗ്രസും BJP-യും ഭരിക്കണ്ട. ഈ സഭയിൽ, ഈ നിയമസഭയിൽ അടക്കം നിങ്ങൾ ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ചർച്ചയിൽ താങ്കൾ അത് പരസ്യമായി പ്രൈം ഡിബേറ്റിൽ പറയുകയും ചെയ്തു. മന്ത്രിമാരെയല്ല, കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ എത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഉറച്ച നിലപാടോടെ, ഏത് നിലപാടെടുക്കുന്നോ ആ നിലപാടോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ഏകാധിപതിയായി തോന്നാം, അതിനനുസരിച്ചുള്ള ശരീരഭാഷയാണ് അദ്ദേഹത്തിനെന്ന് പറയാം, അദ്ദേഹത്തിന് ദുരഭിമാനമാണെന്ന് ചിത്രീകരിക്കാം. പക്ഷേ അതുകൊണ്ട് ഇളകാത്ത ഒരു തികഞ്ഞ ബോധ്യത്തോടു കൂടി പോകുന്നൊരു സർക്കാരിനെതിരായ പ്രതിപക്ഷമാകണമെങ്കിൽ ഇനിയും ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും നിങ്ങൾക്ക്. ശരത്ത്, ഒരു കാര്യം പറയാം. ഞങ്ങൾ പിണറായി വിജയനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നവരല്ല. വ്യക്തിപരമായി അറ്റാക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിഘണ്ടുവിലില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ കറക്റ്റ് ചെയ്ത് പോകണം, മുന്നോട്ട് പോകണം. കാലാവധി പൂർത്തിയാക്കുന്നവരെ അവർ മുന്നോട്ട് പോട്ടെ. കറപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയമനങ്ങൾ നോക്കൂ. ആ നിയമനത്തിൽ നോൺ കറപ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായാണോ പ്രോപ്പറായി വിനിയോഗിച്ചിട്ടുള്ളത്? ആണ് എന്ന് വരികിൽ അതിന് വ്യത്യസ്തമായ ഒത്തിരി തെളിവുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഞങ്ങൾക്ക് തന്നെ കൃത്യമായി പറയാൻ പറ്റുന്ന കാര്യം. പ്രതിപക്ഷം ഫിറ്റ് ആണോ? എന്റെ ചോദ്യം ഒന്ന് ഇടപെടുന്ന സമയം അവസാനിക്കും. പ്രതിപക്ഷം ഫിറ്റ് ആണോ സർ? ഈ സർക്കാരിനെ നേരിടാൻ പ്രതിപക്ഷം ഫിറ്റ് ആണോ? ഈ പ്രതിപക്ഷം വളരെ ധാരാളമാണ്. ഈ പ്രതിപക്ഷം എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം. സുനിൽകുമാർ കേട്ടല്ലോ, അവർ 41 മതി, ഒരുപാടൊന്നും വേണ്ട. അതൊക്കെ എവിടെ ഇരിക്കട്ടെ. ഏതായാലും പിറന്നാൾ ആശംസകൾ താങ്കളുടെ സർക്കാരിന്. ചർച്ച അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. പ്രതിപക്ഷത്തിന്റെ എല്ലാ ഊർജ്ജവും വരട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏതായാലും അടുത്ത വർഷത്തിലേക്ക്, ഈ വർഷത്തെ ഒരു വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാവും സ്വാഭാവികമായും ഏതൊരു സർക്കാരും പുതിയ കാലത്തിലേക്ക് കടക്കുക. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തന്നെയാണ് അടിസ്ഥാനപരമായി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാൻ ഇടയാക്കുന്ന പ്രധാന ഘടകം എന്ന് ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു.
സർക്കാർ ശരിയായ ദിശയിലോ എന്ന് തന്നെയായിരുന്നു പ്രൈം ഡിബേറ്റിൻ്റെ ചർച്ചയുടെ പ്രധാനപ്പെട്ട അന്വേഷണം. വളരെയധികം നന്ദി ശ്രീ VS സുനിൽകുമാർ, സംസ്ഥാനത്തിൻ്റെ കൃഷിമന്ത്രി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ മന്ത്രി, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഞങ്ങൾക്കൊപ്പം സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.